ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു ഈസി ആൻഡ് ടേസ്റ്റി പായസമാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. പായസം തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ ഏകദേശം 1 കപ്പ് റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റവ വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറി മാറി വെച്ചുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ റവയുടെ നിറം ചെറുതായി മാറി വരുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അല്പം നേരം കൂടി വറുത്തെടുക്കാം. ഇപ്പോൾ റവ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും പഞ്ചസാര മെൽറ്റ് ആകാൻ തുടങ്ങും. ഇനി നമുക്ക് പതിയെ ഇളക്കി കൊടുത്തുകൊണ്ട് പഞ്ചസാര മുഴുവൻ അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ഒരു ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം അല്പാൽപമായി ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർക്കുമ്പോൾ കാരമലൈസ്ഡായ പഞ്ചസാര എല്ലാം കൂടി കട്ടിയാകും. അല്പസമയം തിളച്ചു കഴിയുമ്പോൾ അതെല്ലാം മെൽറ്റായി സിറപ്പ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ കട്ടിയായ കാരമലൈസ്ഡ് ഷുഗർ എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമുക്കിനി ഇത് തിളയ്ക്കുവാനായി വെയിറ്റ് ചെയ്യാം. പാൽ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിന് ആവശ്യമായ സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സും തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ഏലക്കായും 1 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തതിന് ശേഷം ചതച്ചെടുക്കാം. ഇനി കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 20 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ട്സ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പാല് തിളയ്ക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വറുത്തു വെച്ചിരിക്കുന്ന റവ അല്പാൽപമായി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരാമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ഒരു മീഡിയം ലെവലിലുള്ള മധുരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഒത്തിരി കുറുകിപ്പോകാതെ ശ്രദ്ധിക്കുക. ചൂടാറുമ്പോൾ ഇത് വീണ്ടും കുറുകി വരുന്നതാണ്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി വറുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും വറുക്കുവാൻ ഉപയോഗിച്ച നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റവ കാരാമൽ പായസം റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടിയോ തണുത്തതിന് ശേഷമോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.